എടാ, ഞാൻ ഇന്നൊരു LDF പ്രവർത്തകനെ അപ്രതീക്ഷിതമായിട്ടൊരു വീട്ടിൽ വെച്ച് കണ്ടു. അതായത് കട്ട LDF പ്രവർത്തകനും പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള വിജിൻ ചേട്ടൻ, നമ്മുടെ നാവായിക്കുളം പഞ്ചായത്തിലെ മെമ്പർ വിജിൻ ചേട്ടൻ, ഞാനൊരു വീട്ടിലൊരു ഒരു ചേച്ചിയെ സഹായിക്കാനായിട്ട് പോയതാണ്. അതായത് ആ ചേച്ചിക്ക് നടുവിന് പ്രശ്നമായിട്ട് മാസങ്ങളായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പെട്ടെന്നാണ് അങ്ങ് വയ്യാതായത്. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അതായത് മീൻസ് കിടപ്പിലായ അവസ്ഥയായി. നടു അനങ്ങത്തില്ല, കാലനങ്ങത്തില്ല, അങ്ങനത്തെ അവസ്ഥയായി. ഇപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ ആള് സേഫായി വരുന്നു. അപ്പം ഞാനും ഇത്തായും കൂടെ ആ ചേച്ചിയെ കാണാൻ പോകണം. എന്തിനാ അവിടെ പോണേ? ഈ ചേച്ചിക്ക് 2 ദിവസം മുന്നേ അവരുടെ ഭർത്താവും കൂടി ഒരു ഹൈറ്റിൽ നിന്ന് തറയിൽ നിന്ന് വീണിട്ട് തോളല് പൊട്ടി. അപ്പോൾ ആ വീട്ടിലെ വരുമാന മാർഗം കംപ്ലീറ്റ് കട്ടായി. ഒന്നാമത് പറയല്ലോ, ഓണമാണ്. ഒരു പൈസ ഇല്ലാതെ ഓണത്തിന് എനിക്കൊക്കെ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. അതായത് ഐ മീൻ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന്റെ മുകളിൽ കൂടെ അടുത്ത പ്രശ്നം വരും. അപ്പം ഞാൻ ശരിക്കും എൻ്റെ 5 പൈസ അങ്ങനെ മറിക്കാനൊന്നും അല്ലാത്ത അവസ്ഥ നിൽക്കുന്ന മനുഷ്യനാണ്. കാരണം ഇപ്പോൾ ഒന്നാമത് എനിക്ക് വയ്യ, എനിക്ക് ഹെർണിയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ വർക്കൊക്കെ ഞാൻ വേറെ പല ആൾക്കാരും വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ നല്ല പിടുത്തമുള്ള സമയമാണ് ഇപ്പോൾ. പക്ഷെ എന്നാലും കൂടെ ഉള്ള ഒരു മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വരുമ്പം നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും ഒന്ന് മുറുക്കി പിടിച്ചാൽ നമുക്ക് അവരെയും കൂടെ സഹായിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് ആ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആ വീട്ടിൽ വന്നിരിക്കുന്നു. ആ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് അമൽ ഷാ ഉണ്ടായിരുന്നു. ഇവരൊക്കെ LDF പ്രവർത്തകരാണേ. നമ്മുടെ ഷായ് സാർ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു കാക്ക ഉണ്ടായിരുന്നു. എന്തായാലും ഇവരൊക്കെ കൂടി കുറച്ച് കിറ്റിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്, നല്ല ക്വാണ്ടിറ്റിയിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. അവരെ സഹായിച്ചു എന്നുള്ളതാണ്. ഒരു ഫോട്ടോ എടുത്തിട്ടില്ല അവർ. അതായത് പ്രഹസനമല്ല, ശരിക്ക് അവര് പ്രഹസനം കാണിക്കാതെ. ഇത് കേട്ടോണ്ട് LDFലെ കൊണയന്മാർ വന്നിട്ട് LDF അങ്ങനെയാണെന്നും പറയണ്ട. എനിക്ക് LDFനോട് ഭയങ്കര ദേഷ്യമുണ്ട്, നല്ല അമർഷമുണ്ട്. അന്തം കമ്മികളെല്ലാം കൂടി ഇപ്പം കൊണ അടിക്കും, താഴെ വന്ന് കമന്റിൽ തെറി വിളിക്കും. നിനക്കൊക്കെ ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഈ അന്തം കമ്മികളുടെ പ്രത്യേകത മറ്റേ പാർട്ടി അടിമകളാണ് അവർ. പക്ഷേ ഈ പാർട്ടി അടിമകളല്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ജോയണ്ണൻ, ഈ ജോയണ്ണൻ ഇതിൻ്റെ ഒരാളാണ്. അതായത് ഞാൻ LDFനെ പറ്റി എന്തൊക്കെ ശക്തമായി സംസാരിച്ചാലും ജോയണ്ണൻ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും എന്നെ വന്ന് സംസാരിക്കാറുണ്ട്, ഷേക്ക് ഹാൻഡ് ചെയ്യാറുണ്ട്, ഹഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് മനുഷ്യൻ, മനസ്സിലായില്ല? നമ്മുടെ ആശയങ്ങൾ പലതായിരിക്കാം. ഞാൻ ശക്തമായ LDF വിരോധിയാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന മനുഷ്യൻ എന്നെ കണ്ട ഹഗ് ചെയ്യും. ഇതാണ് ജോയണ്ണൻ. അതുപോലെ നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ. എന്തായാലും അങ്ങേരെ ഞാൻ ഒരിക്കലും ഇവിടെ വെച്ച് പ്രതീക്ഷിച്ചില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, LDFൽ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് LDFനെ പറ്റി പറയുമ്പോൾ പച്ച അപരാധം തള്ളക്ക് എന്തെങ്കിലും വിളിക്കുന്നവന്മാരാ ചില അന്തം കമ്മികളുണ്ട്. ഈ അന്തം കമ്മികളാണെന്ന് മനസ്സിലാക്കേണ്ടത്. എൻ്റെ പൊന്നുമക്കളെ, ഇതേപോലത്തെ കുറച്ച് നല്ല മനുഷ്യന്മാരെ ഒന്ന് കണ്ടുപിടി. ഇങ്ങനെ മനുഷ്യനായിട്ട് കാണുന്നവരെ കണ്ടുപിടി. ഞാൻ ഇത്രയും വീഡിയോ ചെയ്യുന്നു, ഈ മനുഷ്യനെ ഞാൻ എല്ലാ ദിവസവും കാണും. ഈ മനുഷ്യൻ എൻ്റെ അടുത്തൊരു വാക്ക് ചോദിക്കാറില്ലല്ലോ. ഇതാണ് പറയുന്നത്. നമ്മുടെ ആശയങ്ങൾ പലതായിരിക്കാം, പക്ഷെ മനുഷ്യനായിട്ടൊരു ബന്ധമുണ്ട്. ഇങ്ങനെയൊക്കെ അടിപൊളിയാട്ടോ ആ കാര്യത്തിൽ.